ടൈൽസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വീടിന്റെ ഇമേജ് ആണ്. അതായത് വർക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാ സ്ട്രക്ചർ എല്ലാം ഫിനിഷ് ആയിരിക്കുന്ന ഒരു വീട്. ടൈൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും വീടിന്റെ ടൈൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ വീടിന് എത്ര കൺസ്യൂം ചെയ്യുന്നോ ടൈൽസ്, ഏകദേശം അത്രയും തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിനും ടൈൽസ് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ ടൈൽസും ഒരു വീടിനെടുക്കുന്ന ടൈൽസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് കമ്പനിക്കാരും പറഞ്ഞു തരുന്നില്ല, നമുക്ക് മാർക്കറ്റിലും ഫീഡ്ബാക്കോ ലിറ്ററേച്ചറോ ഒന്നുമില്ല. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതായത് വെച്ചിട്ട് റെന്റിന് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു രീതിക്കാണ് നിങ്ങൾ ബിൽഡിംഗ് ചെയ്തെങ്കിൽ ആ ബിൽഡിങ്ങിന് ഇടേണ്ട ടൈൽസ് മേടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം, കൊല്ലത്തെ നമ്പർ 1 ടൈൽ ഷോപ്പ്, വീടിനായാലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനായാലും. കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിന് രണ്ട് രീതിയിലാണ് ബേസിക്കലി നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബ്രാൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാങ്കിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അപ്പാരൽ ഷോപ്പിന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിന് കൊടുക്കുന്നത്. ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിന് കൊടുക്കാനുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ബ്രാൻഡിന് തന്നെ ഒരു സ്പെസിഫിക്കേഷൻ കാണും. ഫോർ എക്സാമ്പിൾ HP എന്ന് പറയുന്ന നമുക്കറിയാം, വലിയ ഹോളറ്റ് പെക്കാർഡ് എന്ന് പറയുന്ന കമ്പനി. ഇപ്പോൾ HPയുടെ ഏത് ഷോറൂം ആണെങ്കിലും അവരുടെ ഫ്ലോർ പ്ലെയിൻ വൈറ്റ്, ഡിജിറ്റൽ വൈറ്റ് ടൈൽസ് ആയിരിക്കും. അപ്പൊ അവിടെ നമുക്കൊരു ചോയ്സ് ഇല്ല, അവർ എന്ത് ചോദിക്കുന്നു അത് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ബേസിക്സ് എന്ന് പറയുന്ന ഒരു അപ്പാരൽ ഷോപ്പ് ഉണ്ട്. ബേസിക്സിന്റെ ഫ്ലോർ എപ്പോഴും ബ്ലാക്ക് മാറ്റ് ആയിരിക്കും. ഇതേപോലെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റ്സ് മോസ്റ്റ്ലി അവർ എടുക്കുന്ന ഒരു ലൈറ്റ് ഗ്രേ കളറാണ്. അപ്പം ബ്രാൻഡഡ് ആണെങ്കിൽ ബ്രാൻഡ് തന്നെ പറയും ഏത് ടൈൽ ഇടണോ, നമ്മൾ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ വലിയൊരു വിഭാഗം കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് വരുന്നത് ഇത് ആര് വാടകയ്ക്ക് എടുക്കും, ഇത് എന്തിന് യൂസ് ചെയ്യും, ഇതിന്റെ യൂസേജ് എന്തുമായിരിക്കും, ഇതിന്റെ ട്രാഫിക് എന്തുമായിരിക്കും എന്നൊക്കെ അറിയാതാണ് എടുക്കുന്നത്. അതേപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്നവരുടെ മറ്റൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുക്കുന്നവർ എത്ര നാൾ ഇത് ഉപയോഗിക്കും. ആരും ബിസിനസ് നിർത്തണം അല്ല പൂട്ടിപ്പോണം എന്നൊരു വിചാരത്തിൽ ആരും ബിസിനസ് തുടങ്ങാറില്ല. പക്ഷേ പല സാഹചര്യങ്ങൾ കാരണം അല്ല പല റീസൺസ് കൊണ്ട് ബിസിനസ്സസ് പ്രൊലോങ് ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ ചിലപ്പം 10 വർഷത്തേക്ക് എഴുതിയ ബിൽഡിംഗ് 1 വർഷം കഴിഞ്ഞ് ഒഴിയേണ്ടി വരും, അല്ല 5 വർഷം കഴിഞ്ഞ് ഒഴിയേണ്ടി വരും. അങ്ങനെ വരുമ്പം അടുത്ത ആളുടെ സ്പെക്ക് എന്തുമായിരിക്കും, കാരണം ടൈൽസ് ഒരു തവണ ഇടാൻ പറ്റത്തുള്ളൂ. ടൈൽ ലേയിങ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. അപ്പോൾ അത് ഓരോ തവണ ക്ലയന്റ് മാറുമ്പം ടൈൽസ് മാറ്റാൻ പറ്റത്തില്ല. സോ അവിടാണ് നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിന്റെ പ്രാധാന്യം വരുന്നത്. കാരണം എങ്ങനത്തെ ടൈൽസ് ഇട്ടാ നമുക്ക് വളരെ ലോങ് ടൈമിലേക്ക് ടൈൽസ് എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ പാർട്ടിനെ നമുക്ക് എങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും, അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. സോ ബ്രാൻഡഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ അവർ പറയും അവർക്ക് എന്ത് വേണം. അൺബ്രാൻഡഡിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം കിടക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീഫോൾട്ട് ആയിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് എടുക്കുന്ന കുറച്ച് ടൈൽസ് ആണ്. അത് നമുക്ക് കണ്ടു നോക്കാം. കൺവെൻഷണൽ ആയിട്ട്, അതായത് കഴിഞ്ഞ ഈ 10-17 വർഷത്തെ ഇടയിൽ നമ്മൾ കൺവെൻഷണൽ ആയിട്ട്, അതായത് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആരെങ്കിലും ചെറുതായാലും വലുതായാലും എന്തും ചെയ്തു കഴിഞ്ഞാൽ പ്രൈമറിലി അവർ 2 ടൈൽസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആ 2 ടൈൽസ്, അതായത് നമ്മൾ ഇതിനെ പോപ്പുലർ സെലക്ഷൻ എന്ന് പറയും. അപ്പം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്ററും എടുക്കുന്ന പോപ്പുലർ ചോയ്സസിൽ ഒരു മേജർ ചോയ്സ് ആണ് ഈ കാണുന്ന ടൈൽ. എൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ടൈല്, ഇപ്പൊ ഈ കാണുന്ന ടൈല് കജാരിയുടെ K6000 എന്ന് പറയുന്ന ടൈലാണ്. ഇതിന്റെ പ്രൈസ് റഫ്ലി 40 to 42 റുപ്പീസ്, അതാണ് ഇതിന്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ്. പക്ഷേ ഇത് ബിൽഡേഴ്സിന് ഫർദർ ഡിസ്കൗണ്ടിൽ കിട്ടാറുണ്ട്, കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്നവർക്ക് ഫർദർ ഡിസ്കൗണ്ടിൽ കിട്ടാറുണ്ട്. ഞാൻ ഇത് ചില്ലറ വ്യാപാരത്തിന്റെ റേറ്റ് ആണ് പറഞ്ഞത്, 40 to 42 റുപ്പീസ്. അപ്പം 40 to 42 റുപ്പീസിൽ വിട്രിഫൈഡ് ടൈൽസിനകത്ത്, അല്ലെ പോളിഷ്ഡ് വിട്രിഫൈഡ് ടൈൽസിൽ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ആണ് ഇത്. ഈ സെയിം ടൈൽ അൺബ്രാൻഡഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 35 റുപ്പീസ് റേഞ്ചിൽ നമുക്ക് കിട്ടും. ഒരു 33 to 35 റുപ്പീസിൽ ഇത് അൺബ്രാൻഡഡിലും കിട്ടും. ഡിഫറൻസ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു തിളക്കവും ഇതിന്റെ ഒരു ക്വാളിറ്റി, ആ ഒരു ബ്രൈറ്റ്നെസ് ആ അൺബ്രാൻഡഡിന് കാണത്തില്ല. നമ്മുടെ ടോപ്പിക് ഇന്നത്തെ അതല്ല. നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഈ ടൈൽസ് ആണ് പോപ്പുലർ ചോയ്സിനകത്ത് ഏറ്റവും വലിയ ചോയ്സ്. ഈ ചോയ്സ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, അതായത് ബിസിനസ് സ്ഥാപനം നടത്തുന്ന ബിൽഡിങ്സ് മാത്രമല്ല, ഈ ടൈൽസ് ഉപയോഗിക്കുന്നത് ഹീര, ആർടെക് ഇതുപോലത്തെ വലിയ ബിൽഡേഴ്സ്, അതായത് അപ്പാർട്ട്മെന്റ് ബ്ലോക്സ് ഉണ്ടാക്കുന്ന വലിയ ബിൽഡേഴ്സ് വരെ അവസാന 2000-കളിൽ, അതായത് 2008 മുതൽ 2012-15 കാലഘട്ടത്തിലൊക്കെ അപ്പാർട്ട്മെന്റ്സിന് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ടൈലായിരുന്നു. അപ്പൊ ഈ ടൈൽ എന്തുകൊണ്ട് പോപ്പുലറായി, അതിനുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത് ബ്രാൻഡഡ് ആയിരുന്നു, അപ്പം ഇതിനൊരു വിശ്വസ്തതയുണ്ട്. സെക്കൻഡ്, ഇത് പോളിഷ്ഡ് വിട്രിഫൈഡ്
വിട്രിഫൈഡ് ആണ് എന്ന് വെച്ചാൽ വിരിക്കുന്ന ടൈൽ വിട്രിഫൈഡ് ആയതുകൊണ്ട് അതിന് ഫുൾ ക്വാളിറ്റിയും വിട്രിഫൈഡ് ടൈൽസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ റിസൾട്ടും ഈ ടൈൽ തരുമായിരുന്നു. തേർഡ്, ഇത് വളരെ ചീപ്പായിരുന്നു. അതായത് അന്ന് നിലവിലുള്ള എക്സ്പെൻസീവ് ടൈൽസ് GVT ടൈൽസിനെക്കാട്ടിലൊക്കെ ഈ വിട്രിഫൈഡ് ടൈൽസ് വളരെ ചീപ്പായിരുന്നു. അപ്പം ബിസിനസ് ചെയ്യുന്നവർ, ഇനി അപ്പാർട്ട്മെന്റ് വെച്ച് വിൽക്കുന്നവരായാലും അല്ലെങ്കിൽ ബിൽഡിംഗ് വെച്ചിട്ട് ബിസിനസ്സുകൾക്ക് റെന്റിന് കൊടുത്താലും ഇത് എല്ലാ അർത്ഥത്തിലും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഒരു ടൈലായിരുന്നു. സോ ഈ 3 ഫാക്ടേഴ്സ് ആയിരുന്നു ഈ ടൈലിനെ ഇത്രയും കൂടുതൽ പോപ്പുലർ ആക്കാനുള്ള ഒരു കാര്യം. ഇത് ആക്കാനുള്ളതെന്ന് ഞാൻ പദം ഉപയോഗിച്ചെങ്കിലും ഇന്നും ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിന് നല്ല രീതിയിൽ പോകുന്ന ഒരു ടൈലാണ്. ഇനി ഇതേപോലത്തെ വേറൊരു ടൈൽ, ഇത് കജാരിയയുടെയാണ്. നമുക്ക് RAKയുടെ കണ്ടു നോക്കാം. ഈ എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ 4 ടൈൽ RAKയുടെ അബാക്കസ് എന്ന് പറയുന്ന ടൈലാണ്. കജാരിയയ്ക്ക് K6000 എന്തോ ആണോ അത് തന്നെയാണ് RAKയ്ക്ക് അബാക്കസ് എന്ന് പറയുന്ന ഈ ടൈല്. ഇത് പ്ലെയിൻ ഐവറി അല്ല, ഐവറി ബേസാ. പക്ഷെ ഇതിനകത്ത് നേരിയ ഒരു ഫാബ്രിക്കിന്റെ, ഒരു ലിനൻ ഫാബ്രിക്കിന്റെ ഒരു ലൈൻസ് ഇതിനകത്തുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. കൊമേഴ്ഷ്യലിനായാലും വീടിന്റെ ആവശ്യത്തിനായാലും ഇതിന്റെയും നോർമൽ റീറ്റെയിൽ പ്രൈസ് 42 rupees ആണ്. പിന്നെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും പ്രൊജക്ട് ഡിസ്കൗണ്ടും വേറെ വരും. അപ്പം ഈ ടൈൽസും നമ്മൾ കണ്ട കജാരിയ 6000 ഈ 2 ടൈൽസിനും ഞാൻ പറഞ്ഞ 3 ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഈ ടൈൽസിന്റെ പുറത്ത് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് ട്രാഫിക് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനകത്ത്, അപ്പാർട്ട്മെന്റ് ബ്ലോക്സിനകത്ത് എല്ലാവരും ചെരുപ്പ് ഊരിയിട്ട് കയറും. പക്ഷേ ബിസിനസ് വ്യവസായങ്ങൾക്ക് റെന്റിന് കൊടുക്കുന്ന ബിൽഡിംഗ്സിനകത്ത് ഒരിക്കലും ചെരുപ്പ് ഊരി കയറാൻ നിർബന്ധപ്പെടാൻ പറ്റത്തില്ല. സോ വിച്ച് മീൻസ് അവിടെ ഈ ടൈൽസ് ലാസ്റ്റ് ചെയ്യത്തില്ല. ഒരു അപ്പാർട്ട്മെന്റിനകത്ത് ഈ ടൈൽ ഒരു 20-25 വർഷം ഈ കാണുന്ന കണ്ടീഷനിൽ തന്നെ കിടക്കുമ്പോൾ ശരിക്കും ഒരു വ്യവസായത്തിൽ അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനത്തിൽ ഇത് ഇട്ടുകൊടുത്ത, നല്ല ഫുട്ഫോൾ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ ഇത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വിതിൻ 6 months ഇതിന്റെ മേളത്തെ നാനോ കോട്ടിംഗ് തേഞ്ഞു. സോ ഇതാണ് ഈ ടൈലിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതല്ലാതെ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ, ഞാൻ പറഞ്ഞത് 2 പോപ്പുലർ ടൈൽസ് ഉണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ പോപ്പുലർ ടൈൽസ് ഞാൻ ഇപ്പൊ കാണിക്കാം. ഈ കാണുന്ന ടൈൽസ്, എന്റെ 2 സൈഡും കാണുന്ന ടൈൽസ്, ഇതെല്ലാം അൺബ്രാൻഡഡ് ഡിജിറ്റൽ ടൈൽസ് ആണ്. ഈ ടൈൽസ് ആണ് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ ടൈൽസ് ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ്. അതിനി വില്ല പ്രൊജക്ട് ആണെങ്കിലും അപ്പാർട്ട്മെന്റ് പ്രൊജക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും വലിയ വമ്പൻ കെട്ടിടങ്ങളാണെങ്കിലും എല്ലായിടത്തും കസ്റ്റമർ ആരാന്ന് അറിയത്തില്ല, ബിൽഡിംഗ് ഫിനിഷ് ചെയ്ത് ഇടണം, റെന്റിന് എടുക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പണിയുന്ന എല്ലാ ബിൽഡിംഗ്സിനും ഇടുന്ന സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ ടൈൽ സെഗ്മെന്റ് ആണ് ഇത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇപ്പം നമുക്ക് അറിയാം ഒരു 33 രൂപ മുതൽ ഒരു 48 രൂപ വരെ, ആ റേഞ്ച്. സോ ബിലോ 50, 33 മുതൽ ഒരു 45 കൂട്ടാം. 33 to 45 rupees ആണ് ഈ ടൈൽസിന്റെ റേഞ്ച്. 4x2 സൈസ് ആണ് അതിനകത്ത് ഏറ്റവും പോപ്പുലർ, കാരണം ഇതിലാണ് ഏറ്റവും കൂടുതൽ സെലക്ഷൻ ഉള്ളത്. ഈ ടൈൽസിന്റെ പ്രത്യേകതയും സൊല്യൂബിൾ സാൾട്ടിന്റെ പ്രത്യേകത പോലെ തന്നെ ബ്രൈറ്റ് ആണ്. ഫേസിനെ ഉള്ളതിനെക്കാട്ടിലും വലുതായിട്ട് കാണിക്കും. ഫേസ് വളരെ അട്രാക്റ്റീവ് ആവും. ആർക്കായാലും വന്ന് ഇതൊന്ന് റെന്റിനെടുത്ത് ഒരു സ്ഥാപനം നടത്താൻ തോന്നും. ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും സൊല്യൂബിൾ സാൾട്ടിനുള്ള അതേ കുറവുകൾ ഈ ടൈലിനുമുണ്ട്. അതായത് ഒരു വീട്ടിൽ ഇത് വിരിച്ചു കഴിഞ്ഞാൽ ഒരു 20 വർഷത്തേക്ക് ഇതിനകത്ത് ചെരുപ്പിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. പ്രശ്നം വരത്തില്ല എന്ന് വെച്ചാൽ 33ന്റെ ടൈലിൽ ഞാൻ ആ ഗ്യാരണ്ടി പറയുന്നില്ല. പക്ഷേ ഒരു 40 to 45 റേഞ്ചിൽ എടുത്ത ടൈൽസിലാണെങ്കിൽ ഒരു 20 ഇയേഴ്സിലേക്ക് വീടിന്റെ ആവശ്യത്തിന് ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷേ ഒരു സ്ഥാപനത്തിൽ ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥാപനമാണ്. കാരണം നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം ആ സ്ഥാപനത്തിൽ തിരക്ക് വരണമെന്നാണ്. അല്ലാതെ എന്റെ കടയിൽ ആരും കയറരുതെന്ന് പറഞ്ഞ് ആരും കടയിടാറില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പം കടയിൽ ആള് കൂടുമ്പം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുമ്പം ടൈൽസ് പെട്ടെന്ന് തേഞ്ഞു തുടങ്ങും. ഇതാണ് ഇതിനകത്തുള്ള പാരഡോക്സ്. അതായത് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറച്ച് നിർത്തണം, പക്ഷെ ബിൽഡിംഗ് ചെയ്തു കഴിഞ്ഞ് അതിനകത്ത് ഇഷ്ടം പോലെ ആളും കയറണം. അപ്പം ഇവിടാണ് ഈ ഒരു എപ്പിസോഡിന്റെ പ്രാധാന്യം. അതായത് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ ബാലൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനകത്തുള്ള കോസ്റ്റ് നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ മെറ്റീരിയൽസ് ഓക്കെ പെർഫെക്റ്റ്, ഇതിനെക്കുറിച്ചും സൊല്യൂബിൾ സാൾട്ടിനെ കുറിച്ചും നമ്മൾ കേട്ടു. ഇതാണ് ചീപ്പർ ഓപ്ഷൻസ്, പോപ്പുലർ ഓപ്ഷൻസ്. ഇത് എടുത്താൽ എന്ത് ഗുണമുണ്ട് എന്ത് ദോഷമെന്ന് നമുക്ക് മനസ്സിലായി. ബട്ട് ആസ് എ ട്രേഡർ, ആസ് എ ബിസിനസ് അനലിസ്റ്റ്, ആസ് എ ടൈൽ എക്സ്പേർട്ട്, ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ് നിങ്ങൾ ശരിക്കും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുന്നെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട മെറ്റീരിയൽ. ഇതിനകത്ത് നമ്മൾ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ്സും വില്ല പ്രൊജക്ട്സും ഒന്നും നോക്കുന്നില്ല. പ്ലെയിൻ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഫോർ സെയിൽ ഫോർ ബിസിനസ്സസ്, എന്ത് ടൈൽ ഉപയോഗിക്കണം.
കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈൽസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പെയിന്റ് മാറ്റുന്ന കണക്കോ കർട്ടൻ മാറ്റുന്ന കണക്കോ അല്ലെങ്കിൽ ഫർണിച്ചർ മാറ്റുന്ന കണക്കോ ഇന്റീരിയേഴ്സിന്റെ വേറെ ഏതൊരു സെഗ്മെന്റ് മാറ്റുന്ന പോലെ ടൈൽസ് മാറ്റാൻ പറ്റത്തില്ല. സോ ടൈൽസ് ഇപ്പം പണി തീർക്കാൻ എന്തെങ്കിലും ഒരു ടൈല് കുറഞ്ഞത് മേടിച്ചിടാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുത്താൽ നമുക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈലിംഗ് കോസ്റ്റിന്റെ വളരെ ചെറിയൊരു പെർസെന്റേജേ ഉള്ളൂ ടൈലിന്റെ കോസ്റ്റ്. പക്ഷേ ഈ ടൈല് മാറ്റണമെങ്കിൽ ടോട്ടൽ ടൈലിംഗ് കോസ്റ്റ് തന്നെ നമ്മൾ അണ്ടർടേക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് ചെയ്യുമ്പോൾ മിനിമം റിക്വയർമെന്റ് ഉള്ള ചില ടൈൽസ് ഉണ്ട്. ആ ടൈൽസേ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിന് ഇടാവും. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനകത്ത് ഹൈ ട്രാഫിക് വരുന്ന പോർഷൻസും ലോ ട്രാഫിക് വരുന്ന പോർഷൻസും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം. അപ്പം ഒരു കോംപ്ലക്സ് ആണെങ്കിൽ അതിനകത്ത് കോറിഡോർ ആയിരിക്കും മൊത്തം ട്രാഫിക് എടുക്കുന്നത്. ഇൻഡിവിജ്വൽ ഷോപ്സ് അത്രയും ട്രാഫിക് എടുക്കത്തില്ല. അപ്പൊ നമുക്ക് കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ശരിക്കും അകത്തെ പോർഷൻസിലേക്ക് നമ്മൾ ഇച്ചിരി കുറഞ്ഞ ടൈൽ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ കോറിഡോർസ് നമ്മൾ നല്ല റിലയബിൾ ഡ്യൂറബിൾ ടൈൽസ് തന്നെ എടുക്കണം. മിക്ക കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മൊത്തം ബിൽഡിങ്ങിന് ഒറ്റ ടൈൽ അങ്ങ് സെലക്ട് ചെയ്യും. എല്ലായിടത്തും ഒറ്റ ടൈൽ മതി. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. ഈ കുറയുന്ന കോസ്റ്റിൽ എപ്പോഴും കുറഞ്ഞ മെറ്റീരിയൽസേ കിട്ടത്തുള്ളൂ. അതും പോളിഷ്ഡ് സർഫേസസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പോളിഷ് സർഫേസസിന്റെ ഇഷ്യൂ ഇത് തന്നെയാണ്. ചെരുപ്പില്ലാത്ത ട്രാഫിക് അത് എത്ര വേണമെങ്കിലും ലാസ്റ്റ് ചെയ്യും. പക്ഷെ ചെരുപ്പുള്ള ട്രാഫിക് പോളിഷ് സർഫേസസ് അത്രയും ടോളറേറ്റ് ചെയ്യത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഏരിയ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എല്ലാവരും ഡെവലപ്പ് ചെയ്യണം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഹൈ ഫുട്ഫോൾ ലോ ഫുട്ഫോൾ വേണമെങ്കിൽ നമുക്ക് 4-5 രീതിയിൽ ഇത് സെഗ്രിഗേറ്റ് ചെയ്യാം. പക്ഷേ 5ആയിട്ടൊന്നും സെഗ്രിഗേറ്റ് ചെയ്യേണ്ട, 2ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്താൽ തന്നെ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ലോ കോസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലോ ഫുട്ഫോൾ മെറ്റീരിയൽ ആൻഡ് ഹൈ ഫുട്ഫോൾ മെറ്റീരിയൽ. അതിൽ ലോ ഫുട്ഫോൾ മെറ്റീരിയലിൽ നമുക്ക് ആദ്യം കണ്ട 2 പോപ്പുലർ മെറ്റീരിയൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ ഫുട്ഫോൾ ഏരിയയിൽ ഇടുന്ന മെറ്റീരിയൽസ് അത് നിങ്ങളുടെ ടോട്ടൽ ബിൽഡിങ്ങിന് വിടാൻ പറ്റുമെങ്കിൽ അതിനെക്കാട്ടിലും നല്ല വേറെ ഒന്നുമില്ല. കാരണം ഒരു 20, 25, 30 ഇയേഴ്സിലേക്ക് നിങ്ങൾ പിന്നെ ടൈലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഈ കോസ്റ്റ് അതായത് റിലയബിൾ തേയ്മാനം വരാത്ത ടൈൽസിന്റെ കോസ്റ്റ് ഒരു 5 വർഷം മുമ്പ് വരെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 5 എന്നല്ല, ഒരു 2 വർഷം മുമ്പ് വരെ അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ ഈ റീസെന്റ് ഒരു 2 വർഷത്തിലെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഈ റിലയബിൾ ടൈൽസ് അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഫുട്ഫോൾ എടുക്കുന്ന ടൈൽസ്. ഇനി ഞാൻ അതിന്റെ ടെക്നിക്കൽ പേരുകൾ പറയാം. ഡബിൾ ചാർജ് മാറ്റ് അല്ലെങ്കിൽ ഫുൾ ബോഡി മാറ്റ്. ഈ 2 ടൈൽസ് ആണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായി. ഇത് ഏത് സൈസിലും എടുക്കാം. 2x2 സൈസിൽ എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറഞ്ഞു നിൽക്കും. 4x2 ഇന്നും അതൊരു പ്രീമിയം പ്രൈസിംഗിലാണ് വരുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് എപ്പോഴും 2x2 സൈസ് ആണ് ഏറ്റവും പെർഫെക്റ്റ്. അതുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് 2x2 ഡബിൾ ചാർജോ അത് കുറവാണ് സെലക്ഷൻ. പക്ഷേ 2x2 ഫുൾ ബോഡി മാറ്റ് പല കമ്പനീസിലും ഇപ്പം 50 രൂപ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഏറ്റവും കുറഞ്ഞ ടൈല് നമുക്ക് കിട്ടുന്നത് 35 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഫുൾ ബോഡി മാറ്റ് അതും കമ്പനി ഐറ്റം കജാരിയ പോലത്തെ കമ്പനി ഐറ്റംസ് തന്നെ നമുക്ക് 50 രൂപയ്ക്ക് ഇപ്പം കിട്ടും. 50 രൂപയുടെ ഈ ടൈല് മേടിച്ചിട്ട് കഴിഞ്ഞാൽ 15 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് മാറുന്നുള്ളൂ. പക്ഷേ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് തേഞ്ഞു പോകുന്ന സർഫേസും 20 വർഷം കഴിഞ്ഞാലും അതേപോലെ ഗ്രാനൈറ്റ് പോലെ ഇരിക്കുന്ന സർഫേസും വെറും 15 രൂപ ഡിഫറൻസേ ഉള്ളൂ ഇത് തമ്മിൽ. നല്ല പ്രൊജക്ട് ഹെവി ക്വാണ്ടിറ്റി ആണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പോലും ഡിഫറൻസ് വരത്തില്ല. അപ്പം ഈ മെറ്റീരിയൽസ് ആണ് 2x2 മാറ്റ് ഫുൾ ബോഡി. ഇതാണ് പെർഫെക്റ്റ് മെറ്റീരിയൽ നിങ്ങളുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ചെയ്യേണ്ടത്. ഫുൾ ബോഡി ആണ് എന്ന് കേൾക്കുമ്പോൾ പിന്നെ കജാരി ആണെന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് തീരുമാനിക്കുമോ അത് ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ നമുക്ക് മുതലാവത്തില്ല. പക്ഷെ അങ്ങനല്ല. കാരണം ടോട്ടൽ ടൈൽ ലേയിങ് കോസ്റ്റിന്റെ വളരെ ചെറിയൊരു കോസ്റ്റ് മാത്രമാണ്. ടൈൽ മാറ്റേണ്ടി വന്നാൽ അതിന്റെ വില വളരെ വലുതാണ്. അത് നമ്മൾ നോർമലി അസസ് ചെയ്യത്തില്ല. ഇനി ഇവിടെ കുറച്ച് ടൈൽസ് ഉണ്ട് അതിന് ഇടാൻ പറ്റിയ അല്ലെങ്കിൽ കജാരിയ അതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന കുറച്ച് ടൈൽസ് ഉണ്ട്. നമുക്ക് ഇവിടെ കാണാം. ഈ 1, 2, 3 റോയിൽ നിങ്ങൾ കാണുന്ന ഈ ടൈൽസ് പോളിഷ് ഫിനിഷിലും കിട്ടും, മാറ്റ് ഫിനിഷിലും കിട്ടും. സെയിം കളർ 2 ഫിനിഷിലും കിട്ടും. പ്രൈസ് 50 റുപ്പീസ് റേഞ്ച്, 50 to 55 റുപ്പീസ് റേഞ്ച് ആണ്. ഈ ടൈൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ലോ ട്രാഫിക് ഏരിയയിൽ ഗ്ലോസ് ഫിനിഷ് ഇടാം, ഹൈ ട്രാഫിക് ഏരിയയിൽ അതിന്റെ മാറ്റ് ഫിനിഷ് ഇടാം. എല്ലാ ഷെയ്ഡ്സും ഇതിനകത്തുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉണ്ട്, ബേജ് കോമ്പിനേഷൻ ഉണ്ട്, ബ്രൗൺ കോമ്പിനേഷൻ ഉണ്ട്. എല്ലാ കോമ്പിനേഷൻസും അവൈലബിൾ ആണ്. പ്രൈസ് അഫോർഡബിൾ ആണ്, മെറ്റീരിയൽ റിലയബിൾ ആണ്. പക്ഷെ ഈ പ്രൈസിന് ഈ സാധനം ഉണ്ടെന്ന് വലിയ ബിൽഡേഴ്സിന് പോലും ഇത് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ശരിക്കും ഏതൊരു ചെറിയ ബിൽഡിംഗ് ചെയ്യുന്നവർക്കും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും ഈ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അപ്പൊ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ താഴെ തന്നിട്ടുണ്ട്, എന്നെ വിളിക്കണം. എന്ത് ടോപ്പിക് ഉണ്ടെങ്കിൽ അല്ല എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അതിന് മറുപടി തരും. അല്ല ഇതുപോലത്തെ എന്തെങ്കിലും പ്രൊജക്ട് വർക്ക് നിങ്ങൾക്ക് റെഡിയായി നിൽക്കുവാണെങ്കിൽ എന്നെ ബന്ധപ്പെടണം. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അതിനൊരു കൊട്ടേഷൻ റിലയബിൾ ആയിട്ടുള്ള മെറ്റീരിയലും അതേപോലെ 2 പാർട്ടായിട്ട് ചെയ്യുവാണെങ്കിൽ ലോ ട്രാഫിക്കും ഹൈ ട്രാഫിക് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ നമ്മൾ തരാം. അത് ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ ഇവിടുന്ന് എടുത്താലും എവിടുന്ന് എടുത്താലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ട
ഈ ഒരു രീതിയിലാണ്. ഇതുപോലത്തെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളെ കാണാം. അതുവരെ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്.